ഇസ്രായേലിൽ വളരെ വേഗം പടർന്നു പിടിക്കുന്ന കാട്ടുതീയ്ക്ക് മുന്നിൽ അമ്പരപ്പോടെ നിൽക്കുകയാണ് അഗ്നിശമന സേന. ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളെയാണ് കാട്ടുതീ വിഴുങ്ങിയത്. വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റും ദ്രുതഗതിയിൽ തീ പടരുന്നതിന് കാരണമാകുന്നു. ജെറുസലേമിന് സമീപമുള്ള സൈനിക കേന്ദ്രത്തെ കാട്ടുതീ ബാധിച്ചെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സൈനിക കേന്ദ്രത്തിൽ പട്ടാളക്കാർ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ബുധനാഴ്ചയാണ് കാട്ടുതീ വ്യാപിക്കാൻ തുടങ്ങിയത്. വ്യാഴാഴ്ചയും നിയന്ത്രണാതീതമായി തീ ആളിപ്പടരുകയാണ്. തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അഗ്നിശമന സേന. തീപിടുത്തത്തെ തുടർന്ന് നിരവധി പ്രധാന റോഡുകൾ അടച്ചു. പ്രദേശവാസികൾ കാൽനടയായാണ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് നീങ്ങുന്നത്. ജെറുസലേം ടെലവീവ് ഹൈവേക്ക് സമീപം ബുധനാഴ്ചയാണ് തീപിടുത്തം തുടങ്ങിയത്. തുടർന്ന് ഈ ഹൈവേ പോലീസ് അടച്ചുപൂട്ടി. റോഡിന് ഇരുവശവും താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ വ്യാപിക്കുകയായിരുന്നു. ഇതോടെയാണ് കൂടുതൽ റോഡുകൾ അധികൃതർ അടച്ചത്. 163ഓളം അഗ്നിശമന സേനാംഗങ്ങളും 12 എയർക്രാഫ്റ്റുകളും തീയണയ്ക്കുന്ന ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. തീയണയ്ക്കാനുള്ള ശ്രമത്തിനിടെ 17 അഗ്നിശമന സേനാംഗങ്ങൾക്ക് പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചു. ആശങ്ക ഉയർത്തി കാട്ടുതീ പടരുകയാണ്. കാട്ടുതീ നിയന്ത്രണാതീതമായി പടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിൽ ദേശീയ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. പ്രദേശവാസികളെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീപിടുത്ത മേഖലകളിൽ നിന്ന് ഒഴിപ്പിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ തീപിടുത്തമാണിത്. ദ്രുതഗതിയിൽ പടരുന്ന കാട്ടുതീ ജെറുസലേം നഗരത്തിലേക്കും കത്തിപ്പടരാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇത് പ്രാദേശിക ദുരന്തമല്ലെന്നും ദേശീയ ദുരന്തമാണെന്നും നെതന്യാഹു പറഞ്ഞു. തീയണയ്ക്കാൻ കൂടുതൽ ഫയർ എഞ്ചിനുകൾ വേണമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. തീ ജെറുസലേമിലേക്ക് പടരുന്നത് തടയുന്നതിനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നതെന്നും നെതന്യാഹു വ്യക്തമാക്കി. അഗ്നിശമന സേനാംഗങ്ങൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ദേശീയപാതകളിൽ കനത്ത പുക വ്യാപിച്ചിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെയും വിന്യസിച്ചിട്ടുണ്ട്. പൊള്ളലേറ്റും പുക ശ്വസിച്ചും നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. വർഷങ്ങൾക്ക് ശേഷമുണ്ടായ കനത്ത കാട്ടുതീ നിരവധി പേരെ ബാധിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തീ അണയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് അഗ്നിശമന സേനാ മേധാവി പറയുന്നത്. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയ പാർക്കുകളിലും വനമേഖലയിലും പ്രവേശിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി റോഡുകൾ അടച്ചു. തീ വ്യാപിച്ചതോടെ ട്രെയിൻ ഗതാഗതവും താറുമാറായി. ഇസ്രായേൽ സർക്കാർ അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇറ്റലി, ക്രൊയേഷ്യ, നോർത്ത് മാസിഡോണിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന വിമാനങ്ങൾ ദുരന്തബാധിത മേഖലയിൽ എത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. Ili not pump. Listen us the video. Ten. أيوة عليك. طلع شر رقم 1 طلع يا وردينا. طلع حرقوا السيارات انحرقوا شبود عليه يا ريت عليه